അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഹജ്ജാജികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ ഇതുപോലൊരു പ്രസംഗത്തിനോ ബാഹ്യമായി ഒരു വിവരമുള്ളവനൊന്നല്ല. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞാൻ മക്കയിലും മദീനയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇൻഷാ അല്ലാഹ് നല്ല സന്തോഷത്തിൽ പോയി വരാൻ അള്ളാഹു വിധി കൂട്ടട്ടെ. എനിക്ക് പറയാനുള്ളത്, ഹജ്ജിന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുക എന്നാണ്. ഹജ്ജിൻ്റെ പ്രതിഫലം സ്വർഗമാണ്. ഇപ്പം നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരാണ്. അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പിള്ളേർ കളിയല്ല. ഇപ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ 5 അമീറന്മാരുണ്ട്, 51 ടോട്ടലുണ്ട്. ഇതൊന്നും ഒരു പ്രസക്തിയല്ല. നമുക്ക് സബർ വേണം. ഭക്ഷണം കിട്ടാത്ത ടൈം വരും, വഴി തെറ്റിപ്പോകുന്ന സംവിധാനം വരും. ഇതൊക്കെ ഈ ലക്ഷക്കണക്കിന് ആൾ കൂടുന്ന സ്ഥലത്ത് സംഭവിക്കുന്ന അപ്പോഴൊക്കെ സബർ ചെയ്യണം. അതാ അള്ളാഹ് പറഞ്ഞത്. സബർ ആര് ചെയ്ത് അവൻ്റെ കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ മുഖ്യമായും ദേഷ്യപ്പെടാതെ, ആരും ആരോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഭാര്യ ഭർത്താവോ ഉമ്മ മക്കളോ അല്ല ഉപ്പ മക്കളോ ഒന്നും ദേഷ്യപ്പെടാതെ പോലെ തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾ ഖൽബ് കൊണ്ട് ഉറപ്പിക്കണം. അവിടെ ഒരു ടൈമിൽ ഭക്ഷണം കിട്ടിയില്ല എന്ന് വരാം. അത് അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, കിട്ടൂല എന്നല്ല. അങ്ങനത്തെ ഒരു സന്ദർഭം വന്നാൽ അപ്പോൾ അതിന് വേണം പോലെ നമ്മൾ ആ നിയത്ത് ചെയ്യണം. അതൊരു ഇബാദത്താണെന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇനി മുതൽ നിങ്ങളുടെ വായിൽ എന്തെങ്കിലും വാക്ക് പറയാൻ പാടില്ല. എപ്പോഴും ദിക്റും സലാത്തും തന്നെ ആയിരിക്കണം. എപ്പോഴും. ഞാൻ രാവിലെ അരമണിക്കൂർ നടക്കാറുണ്ട്, ദിക്റും സലാത്തും ചൊല്ലി നടക്കാറാണ്. അത് അള്ളാഹിൻ്റെ ഇതിൽ ഇത് എഴുതപ്പെടുന്ന സംഗതിയാണ്. അതൊക്കെ ഇനി നിങ്ങളെ ഈ മുമ്പ് കഴിഞ്ഞതൊക്കെ മറക്കണം. മുമ്പ് എങ്ങനെ ജീവിച്ച് എന്നുള്ളതൊക്കെ നമ്മൾ മറന്നു കളയുക. ഇനി നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ആ സംവിധാനം നമുക്കുണ്ടായിരിക്കണം. ഒരു പ്രസംഗം പോലെ പറയാൻ എനിക്കറിയില്ല. കാരണം ഇങ്ങനെ പ്രസംഗിക്കാൻ വിവരമില്ലാത്തവൾ പ്രസംഗിക്കുന്നുണ്ട്. എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ വേറൊന്നും എനിക്ക് പറഞ്ഞു തരാനില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഫർളായ സംഗതിയാണ്. ആരോഗ്യവും ധനവും ഉണ്ടെങ്കിൽ 5ാമത്തെ ഫർളായ ഹജ്ജിനെ നമ്മൾ സ്വീകരിക്കണം. അത് നമ്മളൊരു വലിയ ആളായി പോയി പോകുന്നതല്ല, അത് നിർബന്ധമാണ്. ഒരുപാട് പൈസകളൊന്നും സകാത്ത് കൊടുക്കുന്നു, അത് അവൻ്റെതല്ല. ആ കൊടുക്കുന്ന ധനം അവൻ്റെതല്ല. ഇപ്പം നിങ്ങൾ ചിലവഴിച്ചിട്ട് ഹജ്ജിന് പോകുന്നുണ്ട്. ഈ ഹജ്ജ് നിങ്ങൾക്ക് നിർബന്ധമാണ്. അതിന് അർഹതപ്പെട്ട ആൾക്ക് ഹജ്ജ് നിർബന്ധം. അത് നിങ്ങളൊരു പാരിതോഷികമൊന്നും അള്ളാഹ് കൊടുക്കുന്നതല്ല, അത് അള്ളാഹ് ഏൽപ്പിച്ചതാണ് നമ്മളെ. അതുപോലെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു 10-40 ദിവസത്തെ പരിപാടിയാണ്. അതിന് പ്രധാനപ്പെട്ട അമൽ 5 ദിവസമാണ്. 7-8 നമ്മളെ മിനാലേക്ക് കൊണ്ടുപോകും. ഇപ്പം 7 ആൾക്കാർ കൂടിയതുകൊണ്ട് ടെൻറ്റിലെല്ലാം ബുദ്ധിമുട്ടായപ്പോൾ അതിന് മുമ്പത്തെ ദിവസം രാത്രി കൊണ്ടുപോകുന്നുണ്ട്. 8 മുതൽ 13 വരെ നമുക്കവിടെ രാപ്പാർക്കാനുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഇത് അറഫയാണ്. ദുൽഹജ്ജ് 9 നമുക്കിവിടെയൊക്കെ സുന്നത്ത് നോമ്പ്. നിങ്ങൾ വരാത്ത ഞങ്ങളെപ്പോലുള്ള ആൾക്കിവിടെ സുന്നത്ത് നോമ്പ് ആ അറഫാനെ സംബന്ധിച്ച് ചെയ്യുന്നതാണ്. അന്നാ പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ലോഹറിന് ശേഷം മഗ്രിബ് വരെ ഒരു പ്രധാനപ്പെട്ട ടൈമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെല്ലാം തെറ്റ് ചെയ്യാത്തവരാരുമില്ല. തെറ്റ് ചെയ്യാത്തത് അള്ളാഹിൻ്റെ റസൂലേ ഉള്ളൂ. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ആ തെറ്റിനെ നമ്മൾ അള്ളാഹുടെ അതിനെ ഫ്രീ ആക്കാൻ പറയണം, ദുആ ചെയ്യണം.
എങ്ങനെ ദുആ ചെയ്യണം? ഇങ്ങനെ ഗോസ് ഭാര്യയാക്കിയിട്ട് എനിക്ക് വിട്ടു കൊടുക്കണമല്ല, മാപ്പാക്കണമല്ല, സഹോല്ല, അല്ലാതെ ഇതല്ല. ഹൽബെന്ന് വരണം. നിങ്ങളെ കണ്ണിന്ന് കണ്ണുനീര് വരണം. നിങ്ങൾ അല്ലാണ്ട് കരയണം. അവിടെ കരഞ്ഞേ പറ്റൂ. ഒരുപാട് ആലിമ്യങ്ങൾ ഞാൻ അവിടുത്തെ കരയുന്നത് കണ്ടിട്ടുണ്ട്. കണ്ണിൽ വെള്ളം ഉറ്റുകയല്ല, ഉറവിൻ്റെ വെള്ളം പോലെ വരിക. അല്ലാണ്ട് പറയുക ദോഷം ചെയ്യാത്തവരാരുമില്ല. ആ ദോഷമൊക്കെ വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹോട് നിങ്ങൾ ദുആയിരക്കണം. എങ്ങനെ ദുആയിരക്കണം? എല്ലാം വിട്ടിട്ട്. എന്ത് ദുനിയാവ് പിന്നെ ആടെയില്ല. ആടെ ദുനിയാവിൻ്റെ ഒരു ചിന്തയും അറഫയിലില്ല. എല്ലാം ആഖിറത്തിന് നമ്മുടെ ഈമാൻ്റെ ചിന്ത മാത്രമേ ഉണ്ടായിരിക്കണം. ആരും വിഷമിക്കണ്ട. എല്ലാവർക്കും അള്ളാഹു എല്ലാം പുറത്തു തരും. അള്ളാഹ്ക്കത് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് പുറത്തു കൊടുക്കൽ ഭയങ്കര ഇഷ്ടം. പക്ഷെ കേൾക്കും പോലെ കേൾക്കണം. ഇങ്ങനെ പേപ്പർ വായിക്കും പോലെ ദുആ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ദുആ നമ്മളെ മനസ്സിൻ്റെ ഉള്ളത് വരണം. നിങ്ങൾക്കാർക്ക് ദുആ പറഞ്ഞു തരണ്ട. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ നിങ്ങൾ അള്ളാഹുടെ ദുആ ഇറക്കുക. ആ ദുആ അള്ളാഹ് തീർച്ചയായിട്ടും സ്വീകരിക്കും. ആ സ്വീകരിക്കുന്ന ദുആ ആയിരിക്കണം. ആദ്യമായിട്ട് നിങ്ങൾ ഓരോരോ നഫ്സിന് വേണ്ടി ദുആ ഇറക്കുക. അവരവരെ നഫ്സിന് വേണ്ടി. അതിന് ശേഷം കുടുംബത്തിന് വേണ്ടി, ഉപ്പ, ഉമ്മയോ, മക്കളോ, ഭാര്യയോ, ഇങ്ങനത്തെവർക്ക് വേണ്ടി ഒരുപാട് നിങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കണം. അവിടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വെറും പ്രാർത്ഥനയാണ്. അവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും. ഫ്രീ ആയിട്ട് എന്തെല്ലാം വേണമെങ്കിലും അവിടെ മത്സരിച്ച് കൊടുക്കാൻ ആളുകളുണ്ട്. പക്ഷെ അതൊന്നുമല്ല നമ്മൾ ആ പോയ സംഭവം, ആ പോയ സ്ഥലം നമുക്കത് സുപരിചിതമല്ലെങ്കിലും അതിനൊരു ഇത് നമുക്ക് മുമ്പോട്ടുള്ള ഒരു പാതയാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അങ്ങനെ കുടുംബത്തിന് ദുആ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അയൽവക്കക്കാർക്ക് വേണ്ടി ദുആ ഇറക്കണം. നിങ്ങൾ അയൽവക്കത്തുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നിർബന്ധമാണ്. അവർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ദുആ ഇറക്കണം. അവർ നിങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ഇറക്കണം. പിന്നെ ഞങ്ങളെപ്പോലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അവർക്ക് ദുആ ഇറക്കുക. അവസാനമായ ലോകത്തിലുള്ള എല്ലാ മുസ്ലിമുകൾക്കും വേണ്ടി ദുആ ഇറക്കുക. മുഴുവൻ ആജിമാർക്കും വേണ്ടി നിങ്ങൾ ദുആ ഇറക്കുക. നിങ്ങൾ ഞങ്ങൾ 51 ആളേ ബാക്കി 40 ലക്ഷം ഉണ്ടെങ്കിൽ അതല്ല, ആ 41 ലക്ഷം ആൾക്കാർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥന പോലെ ആയിരിക്കണം. വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. ആ പ്രാർത്ഥന പോലെ ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വിനീതമായി പറയാനുള്ളത്, 6-7 ലക്ഷം റുപ്യ മുതലിട്ടിട്ട് പോയിട്ട് അതിനെ കായ്ബാക്കി നിങ്ങൾ കളയല്ല. അതിൻ്റെ പ്രതിഫലം നമുക്ക് തരും പോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ വിപുലീകരിക്കണം. അത് എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ വീണ്ടും വന്ന് എല്ലാം കഴിഞ്ഞു, അറഫയിലൊക്കെ കഴിഞ്ഞു, എന്തെല്ലാം സംഭവം കഴിഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. അറഫയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. കാരണം ഒരു മനുഷ്യൻ്റെ വയസ്സിൽ നടന്ന ഈ 50, 60, 70, 40 കൊല്ലം ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹ് മാപ്പാക്കി നമ്മൾ വിടുക. പോയിക്കോ നിങ്ങൾ. ആ സന്ദർഭം ഭയങ്കര സന്തോഷമാണ്. കുറേ ആൾ നടന്നിട്ട് വരും, കുറേ ആൾ വാഹനത്തിൽ വരും. അതായത് സന്തോഷം നടക്കുക. അവിടെ എന്തോ കിട്ടിപ്പോയി ഇതായി പോലെ. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അന്ന് 10 മുമ്പത്തെ 9 കഴിഞ്ഞ രാത്രി മുസ്ദലിഫയിലേക്ക് വരണം. അതൊക്കെ നിങ്ങൾ അമീർ നിങ്ങളോട് വിവരിക്കും. അമീറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ആ മനുഷ്യനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് അവരെ പറ്റി പറയൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അനുഭവത്തിൽ മനസ്സിലാവും. ഞാൻ 2-3 പ്രാവശ്യം 4 പ്രാവശ്യം ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദിസ് പോയി. 2-3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പരം ഞങ്ങൾ ഉംറക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ ജനുവരിയിൽ കോവിഡിൻ്റെ ആദ്യത്തെ പ്ലെയിന് മൗലവി ട്രാവൽസിൻ്റെതാണ്. 21 ആൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ആ 21 ആളെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞ് മനസ്സിലാവില്ല. അവിടെയും സ്വീകരണം, ആരും ആളില്ല. അത് 21 ആൾ കാസർഗോഡ് 10-12 ആൾ കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, ഇങ്ങനെ ഓരോന്ന് പറക്കിയിട്ട് 21 ആളാക്കിയിട്ട് പോയത്. ആർക്കും വരാൻ ഇഷ്ടമില്ല.
കാരണം ഈ കോവിഡിൻ്റെ എല്ലാം ഭയങ്കര ആദ്യമായിട്ട് സൗദി ഗവൺമെൻറ്റാന്ന് വെച്ചാൽ ആദ്യത്തെ പ്ലെയിൻ ഇറങ്ങുന്നത് മൗലവി ട്രാവൽസിൻ്റെ ജിദ്ദയിൽ. അങ്ങനെ ആ കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ അതൊരു പറഞ്ഞറിയിക്കേണ്ടതല്ല, ഭയങ്കര സ്വീകരണം ഞങ്ങൾക്ക് അവിടെ. മറ്റേ ബജിർലസൊന്നും അപ്പം മുത്താൻ പറ്റില്ല, എല്ലാം ഇരുമ്പ് വെച്ച് ബന്ധാക്കിയിട്ടുണ്ട്, മറ്റേ പകരുന്ന രോഗമായതുകൊണ്ട്. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ ഒരു 250 ആളെ മത്താപ്പിലുള്ളൂ, ഒരു 250-300 ആളേ ഉള്ളൂ. ഇപ്പോൾ ലക്ഷക്കണക്കിലാണ്, ഇപ്പോൾ ഉണ്ട് അവിടെ ലക്ഷക്കണക്കിലാണ്. അങ്ങനത്തെ ഒരു സന്ദർഭം ഒരു 5 മിനിറ്റിലൊക്കെ ഒരു തവാഫ് ചെയ്യാൻ കഴിഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനത്തെ ഇപ്പോൾ ഒരുപാട് 2010 ശേഷം എല്ലാ കൊല്ലം ഞാൻ ഉംറയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സന്ദർഭം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും അങ്ങനത്തെ സന്ദർഭം കിട്ടും. നിങ്ങൾ ഹജ്ജിന് കഴിഞ്ഞതിന് ശേഷമാണ് മദീനയിലേക്ക് പോകുന്നത് അല്ലേ സാർ? മദീനയിലേക്ക് പോകുന്ന ഹജ്ജിൻ്റെ ശേഷമാണ്. അവിടെ ഒരു 10 ദിവസം കിട്ടും. അവിടെ പുന്നാര റസൂലിനെ സന്ദർശിക്കാൻ പോവുക. ആരാ അല്ലാഹുവിൻ്റെ റസൂല്? ഉസ്താദന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ഖുറൈശികൾ ബഹിഷ്കരിച്ചു. മരുഭൂമിയിൽ താമസിക്കേണ്ടി വന്ന അല്ലാഹു റസൂലിനും കുറച്ച് അസാബികൾക്കും. അവിടെ തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. മരുഭൂമിയിൽ എന്തുള്ള ആടുകൾ തിന്നും പോലെ പച്ചപ്പുല്ല് തിന്നവർ, ആട് കാഷ്ടിക്കും പോലെ റസൂലും സഹാബികളും കാഷ്ടിച്ചു. അത് ആർക്ക് വേണ്ടിയാ? അള്ളാഹുവിൻ്റെ റസൂലിന് എന്ത് നേടാനും എല്ലാം വിട്ടു വത്തല്ല അള്ളാഹു, എല്ലാം നമുക്ക് വേണ്ടിയാണ്. പാടെ നല്ല നീയത്തോടു കൂടി ആ പുന്നാര ഭൂമി റസൂലുള്ളാഹിൻ്റെ കാൽപദമേറ്റ ആ സ്ഥലം നമ്മൾ കുറേ അസാബിമാർ ചെരുപ്പിട്ട് ചവിട്ടിയിട്ടില്ല. കുറേ ആൾ അവിടെ അസിദ്ധമായി പോണു മൂത്രമൊഴിച്ചിട്ടില്ല. അതൊന്നും നമുക്ക് പറ്റൂല. പക്ഷെ അവിടെ അദബ് റസൂലുള്ളാഹി നിങ്ങൾ പ്രകടിപ്പിക്കണം. ആ അദബ് നമുക്കത് നമ്മളെ റിക്കാർഡിൽ വേണം. അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കൽ നീ വെറുതെ ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, ഇതല്ല. അള്ളാഹിൻ്റെ റസൂലൊക്കെ നമ്മളെ കൽബിൽ വേണം. ആ റസൂലിനെ ഉമ്മത്തിയാകാൻ സാധിച്ചത് നമ്മൾ ഭയങ്കര ഭാഗ്യമാണ്. അതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. പിന്നെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഉസ്താദ് വിവരിച്ചു തരും. എന്നെ ക്ഷണിച്ച് തന്നെ ഇതൊന്ന് ദുആ കൊണ്ട് വസിയത്ത്. എൻ്റെ ഉദ്ദേശം ഹജ്ജിന് പോകുന്ന ആളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനാണ്. ഒരുപാട് കാലം ജീവിക്കും, എത്ര കാലം ജീവിക്കും നമുക്കൊന്നും അറിയില്ല. ആ ജീവിച്ച് എത്ര കാലം നമുക്ക് ഈമാനോട് കൂടെ ജീവിക്കണം, ഈമാനോട് കൂടെ മരിക്കണം, സ്വർഗത്തിൽ കിടക്കണം. അതിനുള്ള സംവിധാനം ഈ പോകുന്ന നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹജ്ജിന് പോയി വന്നതിന് ശേഷം ഒരുപാട് ആൾ ക്ലീൻ സേവ് ആക്കിയിട്ട് കാണുന്നുണ്ട്. ഇവിടെ ക്ലീൻ സേവ അത് നമുക്ക് ജായിസല്ല. കാരണം മറ്റാൾ നമുക്ക് സലാം പറയില്ല, അറിയില്ലല്ലേ. നിങ്ങൾ കാസർഗോഡ് കഴിഞ്ഞാൽ കണ്ണൂർക്കാർക്ക് നിങ്ങൾ എന്തറിഞ്ഞാൽ ആര് മുസ്ലിമോ അമുസ്ലിമോ ക്രിസ്ത്യാനോ എന്ന് അറിയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് താടി വെക്കുക, അത് പറ്റാത്ത ആൾ തൊപ്പിയെങ്കിലും വെക്കുക. നമ്മളൊരു മുസ്ലിം എന്ന് അറിയാനാ. ഇപ്പം ഞാനിപ്പോൾ എവിടെ പോയാൽ ഒരു മുസ്ലിം എന്ന് അറിയില്ലേ? തൊപ്പിയുണ്ട്, താടിയുണ്ട്. അങ്ങനെ ആ ഒരു മറ്റാൾക്ക് സലാം പറയാനുള്ള ഒരു സംവിധാനം നമ്മൾ ആജിമാർ ഉണ്ടാക്കണം. ഇതിന് മുമ്പ് എങ്ങനെയെന്ന് അറിയാല. മുമ്പത്തെ കാര്യം നിങ്ങൾ വിട്. ഇനി മേലിൽ നല്ല ഈമാനോട് കൂടെ നല്ല അതിൻ്റെ കണ്ടീഷൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം. ആ ഊർജ്ജസ്വലതയോട് കൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. നമുക്ക് മരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, കേരളത്തിലുണ്ട്, കേന്ദ്രത്തിലുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം. ബ്രിട്ടീഷുകാരെ പോലെ ഇവരെ ഭരിക്കുന്നുള്ളത്. നമ്മളൊക്കെ അവരുടെ അടിമകളാണ്. ഇവിടെ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ട് ഒരു മുസ്ലിമെ മിനിയാന്ന് ചുട്ട് കരിച്ച് കൊന്നു. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഒരു മുസ്ലിമിൻ്റെ ഡെഡ് ബോഡിനെ അവർ കത്തിച്ച് കളഞ്ഞു. ആരെങ്കിലും പറയാൻ ആളുണ്ടോ? ആരെങ്കിലും ചോദിക്കാൻ ആളുണ്ടോ? ആര് ചോദിക്കുന്നത്? ചോദിച്ചാൽ അവൻ്റെ പേരിൽ കേസാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ഓർമ്മ വേണം. മുസ്ലിം ഇസ്സത്തിനെ കാക്കാൻ വേണ്ടിയിട്ട്, അടിമകളെ പോലെ ജീവിക്കുന്ന ഇല്ലാതാക്കാൻ വേണ്ടി. ആര് വരണമെന്നല്ല,
ഈ പാർട്ടി പോയിട്ട് പിന്നൊരു പാർട്ടി വരണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞത് നമ്മൾക്ക് അടിമത്തത്തിൽ നിന്ന് മുന്നോട്ട് വരണം. ഇനി നമുക്ക് അടിമയായിട്ട് ജീവിക്കാൻ പറ്റില്ല. കേരളക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾ. എന്താ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ആ മയ്യത്തിനെ വാങ്ങാൻ പറ്റാതെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഒരു മനുഷ്യന് ഒരു മുസ്ലിമിൻ്റെ ഡെഡ് ബോഡിനെ മയ്യത്തിനെ കത്തിച്ച് കളയുമ്പോൾ അതിന് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ മറമാടിക്കോളെന്ന് പറയാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായോ? അതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇന്ത്യയിലുള്ള ഓരോ ദിക്കിലും അടിമകളെ പോലെ ജീവിക്കുക. എവിടെയും നമുക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു, അതും കുറഞ്ഞുകൊണ്ട് വരിക. അതായി കത്തിക്കലിൻ്റെ സംവിധാനം. വേറൊരു സ്റ്റേറ്റിൽ മുസ്ലിമുകളും തോടിനെ കത്തിച്ചിട്ടില്ല അറിഞ്ഞിട്ട്, പക്ഷേ അതും ഇവർക്ക് വരാൻ പോവുകയാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യണം. ദുആ ആയിരിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ദുആ ആയിരിക്കണം. ആ ദുആ അള്ളാഹ് തീർച്ചയായിട്ടും സ്വീകരിക്കും. പക്ഷെ അള്ളാഹ്ക്ക് അർപ്പിക്കുക. നമ്മളെ കൽബിനും ശരീരത്തിനും എല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിക്കുക. നീ തന്നെ റബ്ബിനെ, നിന്നെ കൊണ്ടല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹ് ആ ബോധം നമ്മളെ കൽബ്, അത് അള്ളാഹ് കാണുന്നുണ്ട്. പിന്നെ ദുആർക്കാൻ വസിയത്ത് ചെയ്ത ആൾ, വസിയത്ത് ചെയ്ത ആൾ നിങ്ങൾ പോയിട്ട് ഞാൻ വസിയത്ത് ചെയ്ത് നിങ്ങളോട്, നിങ്ങൾ അറഫയിൽ പോയി എല്ലാം ദുആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആയിരുന്നേ ഇല്ല, ഒരു ഫലവുമില്ല. ദുആ വസിയത്ത് ചെയ്ത ആളും നിങ്ങൾക്ക് വേണ്ടി ദുആർക്കാം. യാ റബ്ബേ അവരെ അജ്ജിനെ കബൂലാക്കണേ അല്ല, അവരെ എല്ലാ അമലും നീ സ്വീകരിക്കണേ അല്ല. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് ദുആർക്കുമ്പോൾ ഇത് അള്ളാഹ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിവിട്ടിക്കും. അതിനുള്ള അത് ഞങ്ങളൊക്കെ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇത് വെറുതെ പറയല്ല, എൻ്റെ ഒരു സ്വഭാവം. ഹജ്ജിന് പോകുന്ന ആൾ, ഉംറയ്ക്ക് പോകുന്ന ആൾ, റസൂലുള്ളാഹിനെ സന്ദർശിക്കാൻ പോയി എനിക്ക് ഭയങ്കര സ്നേഹമാവാറുണ്ട്. വെറുതെ ആരും നിങ്ങളൊന്നും എനിക്ക് പരിചയമില്ല, ഒന്ന് രണ്ടാൾ പരിചയക്കാറുണ്ട്. എനിക്ക് ഭയങ്കര സ്നേഹം, കൽബിൻ്റെ ഉള്ളിലുള്ള സ്നേഹമാണ്. ഹജ്ജിന് പോകുന്നതല്ല, അത് പോകാത്ത ആൾക്കതിന് പറഞ്ഞ് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് വന്ന് തിരിച്ച് നമുക്ക് വീണ്ടും കാണാനും നമ്മുടെ എല്ലാ ആവലാദികളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കാനും വേണ്ടി ദ്വാരക്കണം. യാ അല്ലാഹ് സുഖമില്ലാത്ത ആളുണ്ട്, സുഖമുള്ളവരുണ്ട്, പൈസ നേരെ ഭർത്തിയായിട്ട് കൊടുക്കാൻ പറ്റാതെ അങ്ങനെ വന്ന ആളും ഇതിലുണ്ടാകാം, ഒരുപാട് പൈസ ഉള്ളവരുണ്ടാകാം. പക്ഷേ നീ എല്ലാവർക്കും നീ പുറത്ത് കൊടുക്കണേ അല്ലാ. യാ അല്ലാ, ഈ ഹജ്ജിന് പോകുന്ന ഈ സംഘത്തെ 51 ആൾക്കും നീ ആഫിയത്തും എല്ലാ അതിന് വേണ പോലെ ചെയ്യാനുള്ള നീ കഴിവ് നീ നൽകണേ അല്ലാ. യാ അല്ലാ, നീ തിരിച്ച് വന്ന് കുടുംബത്തിനോടുകൂടി വീണ്ടും കാണാനും കണ്ടുമുട്ടാനും വീണ്ടും ആ സ്ഥലത്തേക്ക് പോകാനുള്ള മനസ്സും ഉണ്ടായിരിക്കണമെന്ന് ആയിരിക്കുന്നത്. ഒരുപാട് സംസാരിക്കാൻ എനിക്ക് അറിയില്ല, എങ്കിലും അള്ളാഹുവേ, ഇത് നിൻ്റെ അടിമകളാണല്ല, നിൻ്റെ അടിമകളാണല്ല, ഇവരൊക്കെ നീ ദോഷം വിട്ടുപോർക്കളേ അല്ല. യാ അല്ലാഹ്, മഖബൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യത്തിന് നീ ഇവർക്കൊക്കെ നൽകണേ അല്ല. സമീപഭാവിയിൽ ഞങ്ങൾക്കും അവിടെ പോകാൻ ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യത്തിന് നീ ഞങ്ങൾക്ക് നൽകണേ അല്ല. ഒരുപാട് ആളുകൾ പരിശ്രമിച്ച ആളുണ്ട്. നിങ്ങളെ അമീർ ഈ വർണ്ണിക്കും പോലെയല്ല, നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരും. എൻ്റെ അനുഭവം അത് 2-3-4 പ്രാവശ്യം അദ്ദേഹം പോയി. ഇനും ഇൻഷാ അല്ലാഹ് മുഹറമിൽ പോകാൻ നമ്മൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് ഞാൻ ഗവൺമെൻറ്റിൽ കൊടുത്തിരുന്നു, പക്ഷേ മുമ്പ് പോയ ആളുകൊണ്ട് കിട്ടിയില്ല. മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുമ്പോൾക്ക് 65 വയസ്സിന് കൂടുതലിൻ്റെ ആളെ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് 65 ആയിട്ടുള്ളൂ, 60 ആയിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് അത് പറ്റൂല എന്ന് പറഞ്ഞു. പുരുഷൻ 65-ൻ്റെ ഉള്ളിലായിരിക്കണം, അതും പോയി. ഇപ്പോൾ അങ്ങനെ പോയ ആൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രൈവറ്റിൽ പോകാൻ ഞാൻ അത്ര താല്പര്യപ്പെടും, ഗവൺമെൻറ്റിൽ പോകാനാണ് ഇഷ്ടം, പൈസയും കുറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് അള്ളാഹ് ആ ടൈം ആയിട്ടില്ല, ആകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരുപാട് ഇതിന് മുമ്പ് ഒക്കെ പോയവരും കണ്ടവരൊക്കെ നിങ്ങളുണ്ടാകും. നിങ്ങൾ ഓരോ ആളോടും പൊരുത്തത്തിന് വേങ്ങണം. നിങ്ങളെല്ലാവരോടും പൊരുത്തപ്പെടാൻ പറയണം. നിങ്ങൾ ഹജ്ജിന് പോകുന്നവരാണ്, ഇങ്ങനെ കച്ചവടത്തിന് കാർബാറിനോ ദുനിയാവിൻ്റെ മഹിമയ്ക്ക് പോകുന്നില്ല, വെറും 2 കണ്ണും മുണ്ട് കൊടുത്തിട്ട് പോകുന്നവരാണ്. അവിടെ എല്ലാവർക്കും ഒരേ ഡ്രസ്സാണ്.
അവിടെ 2 ഡ്രസ്സില്ല, എല്ലാവർക്കും ഒരേ ഡ്രസ്സാണ്. പണമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഈ 2 പുള്ളിക്കണ്ടേ ഉള്ളൂ. ഒന്ന് ഇവിടെ കിടും, ഒന്ന് തുണി ഉടുക്കും, അവിടത്ത് മറിച്ചിട്ട്. ആ സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് നിങ്ങൾക്ക് ഭയങ്കരമായി നിങ്ങൾക്ക് അതിൻ്റെ ഓർമ്മ വേണം. ആ ഓർമ്മയോടുകൂടി നിങ്ങൾ ഹജ്ജ് തീർച്ചയായിട്ടും അള്ളാഹ് കബൂലാക്കും. പക്ഷേ ഈ കാണുന്നവരൊക്കെ ഇതിൻ്റെ മഹദായ ഫضൽ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യാത്രയിലോ അറഫയിലോ മിനാലോ മുസ്തലിഫിലോ ബുദ്ധിമുട്ടില്ലാതെ വരുവാൻ വേണ്ടി ഹജ്ജും ഉംറയും മഖബൂലുമാക്കുവാമെന്ന് ഉദക്കം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.